പത്തരമാറ്റ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ പൊന്മുടിയിലെ ആ ഒരു കോടമഞ്ഞിന്റെ തണുപ്പിൽ നിന്നും പ്രണയത്തിന്റെ ചൂട്ടിൽ നിന്നും അവർ തിരികെ വണ്ടിയിറങ്ങുമ്പോൾ നേരെ സന്ധ്യയോടടുത്തിരുന്നു. അനിയുടെയും നന്ദുവിന്റെയും മുഖത്ത് വല്ലാത്ത സന്തോഷമുണ്ടായിരുന്നു. ഉള്ളിന്റെ ഉള്ളിൽ വരാൻ പോകുന്ന കൊടുങ്കാറ്റിനെ കുറിച്ച് രണ്ടുപേരുടെയും ഉള്ളിൽ നല്ല പോലെ തന്നെ ഭയം അലട്ടുന്നുണ്ടായിരുന്നു. വീട്ടിലെ ഉമ്മറത്തേക്ക് കയറുമ്പോൾ നന്ദുവിന്റെ കൈകൾ ചെറുതായി ഇങ്ങനെ വിറക്കാണ്. എന്നാൽ ആ യാത്രയുടെ എല്ലാ സത്യങ്ങളും അവർ അവിടെ ഒന്നിച്ചു ആ ഒരു കഴിഞ്ഞ നിമിഷങ്ങളും രാത്രിയുടെ രഹസ്യവുമെല്ലാം തന്നെ ഇതിനോടകം ആ വീട്ടിൽ പാട്ടായിരുന്നു. അനി പൊന്മുടിയിലേക്ക് പോയതും നന്ദുവിന്റെ കൂടെയാണെന്നിരിക്കുന്നു എന്ന സത്യം ആദർശും നയനയൊക്കെ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. വീടിന്റെ വരാന്തയിൽ തിടുക്കത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന നയനയുടെ മുഖത്ത് വല്ലാത്ത ഞെട്ടലും സങ്കടവും വ്യക്തമായിരുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. നയന ജനലിനുള്ളിൽ ഇങ്ങനെ പുറത്തേക്ക് മുറുകെ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കി നിന്നു. അവളുടെ കണ്ണുകളൊക്കെ നിറയുന്നുണ്ടായിരുന്നു. ആദർശ് അരികിലേക്ക് വന്ന് അവളുടെ തോളിൽ ഇങ്ങനെ പതുക്കെ കൈവച്ചു. നയന തിരിഞ്ഞു നോക്കി. അവളുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. എന്നാലും ആദർശേട്ടാ, ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല നന്ദു ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. അവൾക്ക് ഇതിനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടി? ആരോടും എല്ലാരോടും അവൾ കള്ളം പോലും പറയാറുന്നത് കുട്ടിയായിരുന്നു അവള്. പക്ഷേ അവളിപ്പോ അനിയുടെ കാര്യത്തിൽ അവൾ ഇത്രയും വലിയൊരു കള്ളം കാണിച്ചല്ലോ. അവൾ എന്ത് ഭാവിച്ചായി വെച്ചിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആദർശേട്ടാ. നയനയുടെ വാക്കുകളിൽ ഒരു സഹോദരിയുടെയും ആദിയും നിരാശയും തന്നെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് അങ്ങോട്ടേക്ക് ദേവയാനി കടന്നു വരുന്നത്. ഉമ്മറത്തെ സംസാരം കേട്ടുകൊണ്ടാണ് അവൾ വന്നത്. നയനയുടെ മുഖത്ത് അസ്വസ്ഥത കണ്ട് ദേവയാനി കാര്യം തിരക്കി. അനിയും നന്ദു കൂടെ പൊന്മുടിക്ക് പോയ കാര്യവും അവിടെ ഒന്നിച്ചു കഴിഞ്ഞതെല്ലാം തന്നെ നയന വിക്കിക്കൊണ്ട് ദേവയാനിയോട് പറഞ്ഞു. എല്ലാം കേട്ടപ്പോൾ ദേവയുടെ മുഖത്തും ഗൗരവം പടർന്നു. അവർ ഒരു നിമിഷം പോലും ആലോചിച്ചു നിന്നു. എന്നിട്ട് അവർ തമ്മിൽ ഇഷ്ടത്തിലാണെങ്കിൽ ശരി തന്നെ, പക്ഷേ ഇങ്ങനെയുള്ള യാത്രകൾ അതൊരിക്കലും നമുക്ക് പ്രോത്സാഹിക്കാനൊന്നും പറ്റില്ല നയനെ. അവർ തമ്മിൽ അത്രമാത്രം പ്രണയമുണ്ടെങ്കിൽ അതങ്ങ് തുറന്നു പറഞ്ഞൂടെ? എന്തിനാ എങ്ങനെ ഒളിച്ചൊക്കെ കളിക്കുന്നത്? അത് കേട്ടപ്പോ നയനക്ക് സങ്കടം ഇരട്ടിച്ചു. അത് പിന്നെ അനി വീട്ടിൽ എല്ലാം തുറന്നു പറഞ്ഞതാണല്ലോ അമ്മേ. അനിക്ക് അവന്തികയുമായിട്ടുള്ള വിവാഹം വേണ്ട എന്നും നന്ദുവിനെയാണ് അവൻ ഇഷ്ടമെന്നും അവൻ വ്യക്തമായി പറഞ്ഞതാണല്ലോ. പക്ഷേ നന്ദു ആണ് അപ്പോഴും അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് പിടിവാശി പിടിച്ചു നിന്നത്. എന്നിട്ടാണിപ്പോ അവൾ അവനോടൊപ്പം തന്നെ പൊന്മുടിയിലേക്ക് പോയിരിക്കുന്നത്. ഇതെങ്ങാനും എന്റെ വീട്ടുകാരറിഞ്ഞാൽ പിന്നെ അത് മതി, എന്റെ അമ്മ നെഞ്ചെടുത്തച്ച് നിലവിളിക്കും. അടുത്ത് വലിയൊരു പ്രശ്നം അത് തന്നെയായിരിക്കും അമ്മേ. ദേവയാനി നയനെ ആശ്വസിപ്പിക്കണമെന്ന വിധം അരികിലേക്ക് ചേർന്ന് നിർത്തിക്കൊണ്ട് പറഞ്ഞു. ഇനിയിപ്പോ എനിക്കൊന്നും തോന്നുന്നില്ല നയനെ, അനി അവന്തികയെ കല്യാണം കഴിക്കുമെന്ന്. അവന്റെ ജീവിതത്തിലേക്ക് ഇനി നന്ദു അല്ലാതെ വേറൊരു പെണ്ണ് വരുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അവൻ ഇനി വിവാഹം കഴിക്കുമെങ്കിൽ അത് നന്ദുവിനെ മാത്രമായിരിക്കും. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ മുൻപ് പറഞ്ഞത് അനിയും നന്ദുവും തമ്മിൽ ഒന്നിക്കണമെന്ന്. ഒരു പക്ഷേ നമ്മളെല്ലാവരും കൂടി നിർബന്ധിച്ച് അവന്തികയെ അവന്റെ തലയിലങ്ങ് കെട്ടിവെക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ പണ്ട് അനാമികയുമായിട്ടുള്ള അവന്റെ ജീവിതം തകർന്നു പോയതുപോലെ അതും അങ്ങ് ദുരന്തമായി മാറും. ഇനി ഒരു പരീക്ഷണം കൂടി നടത്താനൊന്നും നമുക്കാവില്ല. ദേവയാനിയുടെ വാക്കുകൾ കേട്ട് നയന നെടുവീർപ്പിട്ടു. ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ അമ്മേ? അതിന് ഇളയമ്മയാണെങ്കിലും എന്റെ അച്ഛനും അമ്മയാണെങ്കിലും ഒന്നും സമ്മതിക്കാത്തത് കൊണ്ടല്ലേ? അവരാരും ഇതിന് അനുകൂലിക്കുന്നില്ലല്ലോ. അന്നേരം ദേവയാനി ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ അച്ഛനോടും അമ്മയോടൊക്കെ ഒന്നുകൂടി പോയി സംസാരിച്ചു നോക്ക്. അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെങ്കിലോ? അല്ലമ്മേ, നയന നിരാശയോട് കൂടെ കൈമലർത്തി. അവിടെ നവീനുമായിട്ടുള്ള കല്യാണം നടത്താമെന്ന് അവരുടെ ആഗ്രഹമായിരുന്നു. കല്യാണാലോചനയുമായി അവർ വന്നിരിക്കല്ലേ. എത്രയും പെട്ടെന്ന് തന്നെ നന്ദുവിന്റെ വിവാഹം നടത്തണമെന്ന് പറഞ്ഞാണ് അച്ഛനും അമ്മയും ഇരിക്കുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവർ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് അമ്മക്ക് തന്നെ അറിയാലോ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാൻ വയ്യമ്മേ. പറഞ്ഞു തീർന്നപ്പോഴേക്കും നയനയുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് ഒലിച്ചിറങ്ങുന്നു. അവൾ കൂടുതൽ ഒന്നും പറയാതെ വല്ലാത്ത വിഷമത്തോടു കൂടെ അങ്ങ് മുറിയിലേക്ക് കയറി പോവുകയാണ്. മുറിയിലേക്ക് എത്തി നയന കട്ടിലിന്റെ അരികിലിരുന്ന് വിതുമ്പുമായിരുന്നു. ആദർശ് അവളുടെ അരികിലേക്ക് വന്നിരുന്നു. അവളുടെ കൈകൾ തന്റെ കൈകളിലേക്ക് വെച്ച് ആശ്വസിപ്പിച്ചു. നയനെ, നീ വെറുതെ ഇരുന്ന് വിഷമിക്കൊന്നും വേണ്ട. എനിക്ക് തോന്നുന്നില്ല നവീനും നന്ദുവും തമ്മിലുള്ള വിവാഹം നടക്കുമെന്ന്. അതിന് നന്ദു ഒരിക്കലും സമ്മതിക്കില്ല. ആദർശ് വളരെ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. നയന കണ്ണുകൾ തുടച്ചുകൊണ്ട് ആദർശിനെ നോക്കി. അതെന്താ ആദർശിട്ട് അങ്ങനെ പറയുന്നത്? അച്ഛനും അമ്മയും ഉറപ്പിച്ചു നിൽക്കുമല്ലേ? നീ ഒന്ന് ആലോചിച്ചു നോക്ക് നയനെ, ആദർശ് വിശദീകരിച്ചു. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ അതും വീട്ടിൽ ഇത്രയും അധികം പ്രശ്നമുണ്ടാകുമ്പോൾ അനിയുടെ കൂടെ ഇത്രയും വിശ്വാസത്തോടു കൂടെ പൊന്മുടിയിലേക്ക് പോകണമെങ്കിൽ നന്ദു ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട്. തന്റെ ജീവിതത്തിലെ പുരുഷൻ അനി തന്നെയാണെന്ന് അവൾ തീരുമാനിച്ചു കഴിഞ്ഞു. അതിൽ ഇനി ഒരു മാറ്റം വരുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് വെറുതെ നിന്റെ അച്ഛനും അമ്മക്കും പ്രതീക്ഷ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നവീനുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തിന് നന്ദു ഒരിക്കലും വഴങ്ങില്ല. നീ നോക്കിക്കോ. ആദർശ് പറഞ്ഞത് അക്ഷരം പ്രതി ശരിയായിരുന്നു. നന്ദു അപ്പോഴേക്കും തന്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിരുന്നു. വീട്ടിലേക്ക് തിരിച്ചെത്തിയ നന്ദുവിനോട് അച്ഛൻ ഗോവിന്ദനും അമ്മ കനകദുർഗയും നവീനുമായിട്ടുള്ള കല്യാണക്കാര്യം സംസാരിച്ചപ്പോഴേക്കും തനിക്ക് ഈ ബന്ധത്തിന് ഒട്ടും തന്നെ താല്പര്യമില്ല എന്ന് അവൾ വെട്ടിത്തുറന്നു പറഞ്ഞു. മകളുടെ വായിൽ നിന്നും ആ ഒരു വാക്ക് കേട്ടപ്പോൾ തന്നെ കനകദുർഗക്കും ഗോവിന്ദനും വല്ലാത്ത ഷോക്കായിരുന്നു.
എപ്പോഴും അനുസരണയോടെ നിന്നിരുന്ന മകൾ പെട്ടെന്ന് ദിവസം കല്യാണാലോചന എതിർത്തപ്പോൾ അവർക്കത് താങ്ങാൻ കഴിയാവുന്നതിലും അപ്പുറമായിരുന്നു. കനകദുർഗ ദേഷ്യവും സങ്കടം കൊണ്ട് തന്നെ വിറക്കാൻ തുടങ്ങി. എന്നാൽ നന്ദു തന്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു. ഇതേ സമയം നവീന്റെ മനസ്സിൽ മറ്റൊരു ചിന്തയായിരുന്നു. നവീൻ ഇപ്പൊ ചെറിയൊരു സമാധാനമുണ്ട്. എന്താണെങ്കിലും തന്റെ അമ്മ ഈ ഒരു വിവാഹം നടത്തി തരില്ല എന്ന് അവനോട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ പിന്നെ ഇനി നന്ദുവും അനിയുമായിട്ടുള്ള ഇഷ്ടത്തെക്കുറിച്ച് താൻ അവിടെ പോയി പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന് അവൻ ഓർത്തു. കാരണം താൻ നന്ദുവിന്റെ പേര് വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ അവർ ഈ വിവാഹത്തിന് സമ്മതിച്ചില്ല എങ്കിൽ അത് തനിക്ക് വലിയൊരു ട്രാജഡിയായി മാറിയേനെ. നന്ദു അനിയാണ് ഇഷ്ടപ്പെടുന്നത് എന്നും അവർ തമ്മിൽ പ്രണയത്തിലാണെന്നുള്ള സത്യമൊക്കെ വീട്ടിൽ പറയാൻ കഴിയാതെ താൻ വലിയൊരു കെണിയിൽ അകപ്പെട്ടു പോയവനെ പോലെ. ഇപ്പോ അമ്മ തന്നെ ഈ വിവാഹം എതിർത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ നവീന് വലിയൊരു ആശ്വാസമായിട്ടാണ് തോന്നുന്നത്. പക്ഷേ അങ്ങനെ അങ്ങ് വെറുതെ വിടാൻ പറ്റില്ലല്ലോ എന്നൊരു ദുഷ്ടചിന്ത അവന്റെ മനസ്സിൽ തോന്നി. നന്ദുവിനും അനിക്കും കൂടി നല്ലൊരു പണി ഇട്ട് കൊടുക്കണം. അവർ ഒന്നാകുന്നതിന് മുൻപ് തന്നെ അവരെ പരമാവധി ഇട്ട് ബുദ്ധിമുട്ടിക്കണം. രണ്ടുപേരും കൂടി തന്റെ അടുത്ത് വലിയ കള്ളത്തരൊക്കെ കാണിച്ചതല്ലേ. അവർക്ക് തമ്മിൽ ഇഷ്ടമായിരുന്നുവെങ്കിൽ ആ കാര്യം തന്നോട് നേരത്തെ തന്നെ ഒരു വാക്ക് പറയാമായിരുന്നു. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ താൻ ഒരിക്കലും ഇതിന്റെ ഇടയ്ക്കിട്ട് നന്ദുവിന്റെ ഇഷ്ടമെന്ന് പറയാനൊന്നും വരില്ലായിരുന്നു. തന്നെ ഒരു വിഡ്ഢിയാക്കി മാറ്റിയതിനുള്ള പക അവന്റെ മനസ്സിൽ ഇങ്ങനെ തിളച്ചു മറിഞ്ഞു. അവൻ ഉടനെ തന്നെ നന്ദുവിന്റെ ഫോൺ വിളിച്ചു. നന്ദു, എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ട് ഒന്ന് കാണണം. നീ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ പറയുന്ന സ്ഥലത്തേക്കൊന്ന് വരണം. നവീന്റെ വിളി വന്നപ്പോൾ തന്നെ നന്ദുവിനെ നിരസിക്കാൻ കഴിഞ്ഞില്ല. അവൾ വല്ലാത്ത ഭയത്തോടു കൂടി അവൻ പറഞ്ഞ സ്ഥലത്തേക്ക് ചെന്നു. നന്ദു അരികിലേക്ക് വന്നപ്പോൾ തന്നെ നവീന്റെ മുഖത്ത് കൃത്രിമമായിട്ടൊരു ഗൗരവം ഉണ്ടായിരുന്നു. എന്താ നന്ദു, നീ എനിക്ക് പോസിറ്റീവായിട്ടുള്ള മറുപടി ഒന്നും തന്നില്ലല്ലോ? നവീൻ ചോദിച്ചു. ഞാൻ നിന്റെ വീട്ടിൽ വന്ന് കല്യാണത്തിന്റെ കാര്യം സംസാരിച്ചതല്ലേ. അച്ഛൻ അധികം വൈകാതെ തന്നെ വരും. ആ സമയത്ത് കല്യാണം നടത്തണമെന്ന ഉദ്ദേശത്തോടു തന്നെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. എന്റെ വീട്ടിൽ അച്ഛനും അമ്മക്കും ഒക്കെ ഈ ഒരു ബന്ധത്തിന് പൂർണ്ണ സമ്മതമാണ്. അമ്മക്ക് സമ്മതമല്ല എന്ന സത്യം അവൻ നന്ദുവിൽ നിന്നും ബോധപൂർവം തന്നെ മറച്ചു വെച്ചു. അതുകൊണ്ട് തന്നെ ഈ ചിങ്ങത്തിൽ അച്ഛൻ വരുമ്പോ നമ്മുടെ കല്യാണം നടത്താൻ തന്നെയാ അവരുടെ തീരുമാനം. നവീന്റെ വാക്കുകൾ കേട്ട് നന്ദു ആകെപ്പാടങ്ങനെ വിഷമിച്ചിരുന്നു പോയി. അവളുടെ ശ്വാസം നിലയ്ക്കുന്നത് പോലെ തോന്നി. പെട്ടെന്ന് തന്നെ അവൾ പറഞ്ഞു, അതിപ്പോ നവീനേട്ടാ, എനിക്ക് പെട്ടെന്നൊരു മറുപടി പറയാനൊന്നും അവൾ പൂർത്തിയാക്കാൻ അനുവദിക്കാതെ തന്നെ നവീൻ ഇടക്ക് കയറി പറഞ്ഞു, ഇനിയിപ്പോ നിനക്ക് എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെങ്കിലോ അല്ലെങ്കിൽ അതിനുള്ള യോഗ്യത ഇല്ലെങ്കിലോ അത് നീ എന്റെ മുഖത്ത് നോക്കി തന്നെ പറയണം നന്ദു. അല്ലാതെ ഇങ്ങനെ ഒളിച്ചു കളിക്കരുത്. നന്ദു ആകെ പെട്ടുപോയൊരവസ്ഥയിലായി. നവീനോട് എങ്ങനെയാണ് തനിക്കും അനിയും ഇടയിലുള്ള ആ ഒരു ഇഷ്ടത്തെക്കുറിച്ച് തുറന്നു പറയാ. അവൾ തല താഴ്ത്തി നിന്നു. ആ സമയത്തിന് നവീൻ വീണ്ടും സമ്മർദ്ദം ജനിച്ചു. എന്താ നന്ദു നീ മിണ്ടാതെ നിൽക്കുന്നത്? നീ എന്നോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് നിനക്ക് വേറെ അഫയറും കാര്യങ്ങളൊന്നും ഇല്ല എന്ന്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇഷ്ടമാണെന്നും ഈ ഒരു ആലോചനയുമായിട്ട് മുന്നോട്ട് വന്നതും. ഇനിയിപ്പോ നിന്റെ മനസ്സിൽ വേറെ എന്തെങ്കിലും പയ്യന്മാരുണ്ടെങ്കിൽ അത് നീ എന്നോട് തുറന്നു പറയാമായിരുന്നു. നീ അത് പറഞ്ഞതുമില്ല. നവീന്റെ ഈ ഒരു ചോദ്യത്തിനു മുന്നിൽ എന്ത് മറുപടി പറയണമെന്നറിയാതെ നന്ദു ആകെ തകർന്നു പോയി. കണ്ണുനീരൊഴുക്കിക്കൊണ്ട് ഒന്നും മിണ്ടാനാവാതെ അവൾ അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. നന്ദു വിഷമിച്ചു പോകുന്നത് കണ്ടപ്പോൾ നവീന്റെ മനസ്സിൽ വല്ലാത്ത സന്തോഷം തോന്നി. ഇത്തിരി അങ്ങ് വിഷമിക്കട്ടെ, എനിക്കിട്ട് പാരപണിതല്ലേ രണ്ടുപേരും കൂടി അനുഭവിക്കട്ടെ, അവൻ മനസ്സിൽ ഇങ്ങനെ കരുതി. ഈ സമയത്തന്നെ അവന്തികയുടെ മനസ്സിൽ വല്ലാത്ത അസ്വസ്ഥത ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. നവീൻ എന്ന് പറയുന്നവൻ നന്ദുവിനെ കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന വാർത്ത അവൾ അറിഞ്ഞിരുന്നു. അനി തന്നെ വേണ്ടാന്ന് വെച്ചത് നന്ദു മനസ്സിലുള്ളത് കൊണ്ടാണ്. അത് അവൾക്കറിയാം. ഓ, അങ്ങനെ ഒന്ന് കെട്ടിപ്പോവുകയാണെങ്കിൽ എന്റെ അനിയുടെ വിവാഹം എത്രയും പെട്ടെന്ന് തന്നെ നടക്കുമല്ലോ. അവന്തിക ഇങ്ങനെ ചിന്തിച്ചു. നന്ദു വേറെ കല്യാണം കഴിച്ച് ആ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അനി തനിക്ക് മാത്രമായിരിക്കും. ആ ഒരു സ്വാർത്ഥ ചിന്ത അവന്തികയുടെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നന്ദുവിന്റെ കല്യാണം നടക്കുന്നത് നല്ലൊരു കാര്യമായിട്ടാണ് അവൾക്ക് തോന്നിയത്. ഇതേ സമയം അഭി നാഗേന്ദ്രന്റെ നിർദ്ദേശപ്രകാരം അനാമികയെ കാണാൻ വേണ്ടിയിട്ട് പോയിരിക്കുമായിരുന്നു. നാഗേന്ദ്രൻ പറഞ്ഞതനുസരിച്ചുകൊണ്ടാണ് അഭി അനാമികയെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തയ്യാറായത്. ഒരു രഹസ്യ കേന്ദ്രത്തിൽ വെച്ചായിരുന്നു അവരുടെ ആ ഒരു കൂടിക്കാഴ്ച. അഭി അനാമികയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, പണം എത്ര വേണമെങ്കിലും ഞാൻ തരാം. പക്ഷേ ഈ കോടതി കൂടുന്ന സമയത്ത് നീ എനിക്ക് ഡിവോഴ്സ് തരണം. എനിക്ക് ഡിവോഴ്സ് കൊടുക്കണം. അതിലൊരു എതിർപ്പും നീ പറയാൻ പാടില്ല. എന്നാ അനാമികക്ക് അബിയെ അത്രമാത്രം അങ്ങ് വിശ്വസിക്കാനൊന്നും പറ്റിയില്ല. അവൾ പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അബിയേട്ട, ആദ്യം പൈസ കൊണ്ടുതാ. പൈസ കയ്യിൽ കിട്ടാതെ എന്താണെന്നും ഞങ്ങൾ ഇതിൽ നിന്നൊന്നും പിന്മാറാനൊന്നും തയ്യാറാവുന്നില്ല. പൈസ തരാമെന്ന് അബി ഉറപ്പിച്ചു പറഞ്ഞു. പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങൾ അതുപോലെ നീ അനുസരിക്കണം. അന്നേരം അനാമികക്ക് ഒരു സംശയം തോന്നി. ഇതിനകത്ത് അബി ഇത്രയും വലിയൊരു താല്പര്യം ഉണ്ടാവാൻ എന്തായിരിക്കും കാരണം? അവൾ അത് ചോദിക്കുകയും ചെയ്തു. ഒടുവിൽ അബിക്ക് സത്യം പറയേണ്ടി വന്നു. അവന്തികയും അനിയും തമ്മിലുള്ള വിവാഹം നടക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്ന്. അത് നടക്കണമെങ്കിൽ അനിയുടെ തലയിൽ നിന്നും ഈ ഒരു ഡിവോഴ്സ് കേസും പ്രശ്നങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ തീരുമാനമാവണം. ഒടുവിൽ അനാമിക പറഞ്ഞു, ശരി, ഞങ്ങൾക്ക് പണം കിട്ടിയാൽ മാത്രം മതി. ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങളെയൊന്നും ബാധിക്കില്ല. അങ്ങനെ അവർ ചോദിച്ചത് കോടികളായിരുന്നു. നാഗേന്ദ്രൻ ആ ഒരു തുക കൊടുക്കാൻ പൂർണ്ണമായും തയ്യാറായി. എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു വിവാഹം നടത്തുക എന്ന നാഗേന്ദ്രന്റെയും കൂടി ആവശ്യമായിരുന്നു.
കോടതിയിൽ അനാമികക്ക് മുന്നിൽ വെച്ചുകൊണ്ട് നീട്ടേണ്ടി വന്നതിൽ അബിക്ക് ഇങ്ങനെ ഉള്ളിൽ വല്ലാത്ത ഇത്രയും വലിയൊരു കോടികളൊക്കെ കയ്യിലേക്ക് കൊടുക്കേണ്ടി വന്നതിൽ അബിക്ക് വല്ലാതെ വിഷമമുണ്ടായിരുന്നു. തന്റെ ജീവിതത്തിൽ നിന്നും ഒരു വലിയ കരടാണ് ഒഴിഞ്ഞു പോകാൻ പോകുന്നത് എന്ന ആശ്വാസവും അവനുണ്ടായി. പക്ഷേ അവന്തിക ഇവിടെ തന്നെ തുടരുകയാണെങ്കിൽ തനിക്ക് അച്ഛന്റെ സ്വത്തുക്കളോ കമ്പനിയുടെ MD സ്ഥാനമോ ഒന്നും തന്നെ കിട്ടാൻ പോകുന്നില്ല എന്ന് അബിക്കറിയാം. കാരണം അവന്തിക കഴിവുള്ളവളാണ്. അച്ഛന്റെ ആ ഒരു സ്ഥാനം അച്ഛൻ അവൾക്കേ കൊടുക്കൂ. എന്നാൽ അനിയും അവന്തികയുമായിട്ടുള്ള വിവാഹം നടന്നു കഴിഞ്ഞാൽ പിന്നെ ആ കാര്യത്തിൽ തനിക്ക് വലിയൊരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. തനിക്ക് സുഖമായി തന്നെ ആ കമ്പനിയുടെ MD ആവാനും സാധിക്കും. ഈ ഒരു സ്വാർത്ഥ ചിന്ത ഉള്ളിലുള്ളത് കൊണ്ടാണ് അബി ഇത്രമാത്രം റിസ്ക് എടുത്തുകൊണ്ട് തന്നെ അനാമികയോട് സംസാരിക്കാൻ പോലും ഇറങ്ങി തിരിച്ചത്. അങ്ങനെ പിന്നീട് കോടതി കൂടുന്ന ദിവസം വന്നു ചേർന്നു. എല്ലാവരും വലിയ ആശങ്കയോടെയാണ് കോടതി മുറിയിൽ വന്നു നിന്നത്. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇത്രയും നാൾ ഡിവോഴ്സിനെതിരെ നിന്നിരുന്ന അനാമിക താൻ ഡിവോഴ്സിന് തയ്യാറാണെന്ന കാര്യം കോടതിയെ അറിയിച്ചു. പണത്തിന് മുന്നിൽ അവൾ കീഴടങ്ങുകയായിരുന്നു. അനാമിക ഡിവോഴ്സിന് സമ്മതിച്ചു എന്നറിഞ്ഞപ്പോൾ തന്നെ അനിക്ക് ഭയങ്കര സന്തോഷായി. എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു നിയമക്കുരുക്കിൽ നിന്നും നന്ദുവുമായിട്ട് ഒന്നിക്കാമല്ലോ. അത് മാത്രമായിരുന്നു അനിയുടെ ചിന്ത. അവന്തികക്ക് വേണ്ടി നാഗേന്ദ്രൻ ഇതിന്റെ ഇടയിൽ കിടന്ന് കളിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ അനി അറിയുന്നുണ്ടായിരുന്നില്ല. എന്താണെങ്കിലും അധികം വൈകാതെ തന്നെ തനിക്ക് ഡിവോഴ്സ് കിട്ടുമെന്ന് തന്നെ അവൻ ഉറപ്പിച്ചു. പക്ഷേ ആ സന്തോഷത്തിനിടയിൽ അനിയുടെ മനസ്സിൽ വല്ലാത്ത ടെൻഷൻ ഉണ്ടായിരുന്നു. നവീനും നന്ദുവും തമ്മിലുള്ള വിവാഹം, ദൈവമേ, ഒരു കാരണവശാലും അത് നടക്കാൻ പാടില്ല എന്ന് അവൻ മനസ്സിൽ പ്രാർത്ഥിച്ചു. എന്ത് റിസ്ക് ഉണ്ടായാലും ശരി, അനാമികയുമായിട്ടുള്ള ഡിവോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ ആര് സമ്മതിച്ചാലും ഇല്ലെങ്കിലും താൻ നന്ദുവിന്റെ കഴുത്തിൽ താലി ചാർത്തുമെന്ന് തന്നെ അനി ഉറപ്പിച്ചു കഴിഞ്ഞു. ആരൊക്കെ എതിർത്താലും ശരി, ഇനി ആരുടെയും താല്പര്യം നോക്കാനൊന്നും അവൻ തയ്യാറായിരുന്നില്ല. എങ്ങനെയെങ്കിലും നന്ദുവിനെ കൊണ്ട് സമ്മതിപ്പിക്കണം. നന്ദുവിനാണെങ്കിൽ തന്റെ വീട്ടുകാരും അനിയുടെ അമ്മയും സമ്മതിക്കാതെ ഈ വിവാഹത്തിന് തയ്യാറല്ല എന്ന ഒറ്റ വാശിയിലാ നിൽക്കുന്നത്. പക്ഷേ അനി തീരുമാനിച്ചു കഴിഞ്ഞു, ഡിവോഴ്സ് കിട്ടിയ ഉടനെ തന്നെ അവളെ തന്റെ സ്വന്തമാക്കുമെന്ന്. പിന്നീട് ഒരു ദിവസം അഭി നാഗേന്ദ്രനെ പോയി കണ്ടതിന് ശേഷം തിരികെ വന്ന് തന്റെ മുറിയിലേക്ക് വന്ന് നാഗേന്ദ്രനുമായി ഫോണിൽ സംസാരിക്കാണ്. ചില രഹസ്യ നീക്കളെ കുറിച്ചായിരുന്നു അവരുടെ സംസാരം. ഈ സമയം മുറിയിലേക്ക് എത്തിയ ജലജ മുറിയുടെ വാതിലിനരികിൽ നിന്നിങ്ങനെ മറഞ്ഞു നിന്ന് അഭി സംസാരിക്കുന്നതെല്ലാം തന്നെ കേൾക്കുന്നുണ്ടായിരുന്നു. മകൻ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് ജലജയുടെ ഉള്ളൊന്ന് ഞെട്ടി. വല്ലാത്തൊരു അമ്പരപ്പായിരുന്നു അവർക്ക്. തന്റെ മകൻ തന്നോടൊപ്പം നിൽക്കുന്നു എന്ന് നടിച്ചുകൊണ്ട് തന്നെ ചതിക്കുമായിരുന്നു എന്ന സത്യം ജലജ തിരിച്ചറിഞ്ഞു. അത് ജലജയ്ക്ക് താങ്ങാൻ കഴിയാവുന്നതിലും അപ്പുറമായിരുന്നു. അഭി ഫോണ് വെച്ച ഉടനെ തന്നെ ജലജ ദേഷ്യത്തോട് മുറിയിലേക്ക് കയറി ചെന്നു. ഇതിന്റെ പേരും പറഞ്ഞു കൊടുത്തിനെ അവർ അഭിയുമായി വലിയ വഴക്കുണ്ടാക്കി. എന്നാ അഭിക്ക് കട്ട കലിപ്പായിരുന്നു. അവൻ അമ്മക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ദേഷ്യത്തോടു കൂടി സംസാരിച്ചു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അറുത്തു മുറിച്ച് പറഞ്ഞേക്കാം. എന്നെ എന്റെ അച്ഛനുമായി തെറ്റിക്കാനൊന്നും അമ്മ നോക്കണ്ട. എനിക്ക് ജോലി തന്നത് എന്റെ അച്ഛനാണ്. അമ്മയെ പോലെ തന്നെ എനിക്ക് അച്ഛനെ ഇഷ്ടമാണ്, അഭി കടുപ്പത്തിൽ തന്നെ പറഞ്ഞു. എന്നിട്ട് അവൻ ജലജയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു, അല്ലമ്മേ, അമ്മ എന്തിനാ അച്ഛനെ ഇത്രമാത്രം ഭയപ്പെടുന്നത്? എന്തെങ്കിലും ഒരേ കാരണമില്ലാതെ അമ്മ ഇങ്ങനെയൊന്നും പേടിക്കാറില്ലല്ലോ ആരെയും. എന്ത് കാരണത്തിലാണ് അമ്മ എന്റെ അച്ഛനെ ഇങ്ങനെ പേടിക്കുന്നത്? അത് പറ. അഭിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു ചോദ്യം ജലജ ഒരിക്കലും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. മകന്റെ ചോദ്യത്തിനു മുന്നിൽ ജലജ ആകെപ്പാടങ്ങ് തകർന്നുപോയി. അവരുടെ മുഖത്ത് ചോരയൊലിപ്പങ്ങ് അപ്രത്യക്ഷമായി. ജലജയുടെ മനസ്സിൽ വലിയൊരു ഭയം വന്നുകൂടി. അഭിയെ തനിക്ക് നഷ്ടപ്പെടുമോ എന്ന ഭീതി അവരെ വേട്ടയാടാനും തുടങ്ങി. അഭി കൈവിട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ അധികം വൈകാതെ തന്നെ ഇവിടെ നിന്നും ഇറങ്ങിപ്പോവും. അങ്ങനെ സംഭവിച്ച തനിക്ക് തന്റെ മക്കളെ നഷ്ടപ്പെടുമെന്ന് ജലജയ്ക്ക് ഭയന്നു. അങ്ങനെ ജലജ ഒടുവിൽ ആ ഒരു തീരുമാനത്തിലെത്തി. നാഗേന്ദ്രനെ നേരിട്ട് കാണാൻ തന്നെ വേണം. അയാളെ കണ്ട് കാല് പിടിച്ചിട്ടാണെങ്കിലും ശരി, ആ പഴയ സത്യങ്ങളെല്ലാം തന്നെ ആരോടും തുറന്നു പറയരുത് എന്ന് അപേക്ഷിക്കണം. നാഗേന്ദ്രൻ എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ഇങ്ങനെ ഉറപ്പിച്ചു തന്നെയാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലായിരുന്നു. ജലജ നാഗേന്ദ്രൻ താമസിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തി. അയാളെ കണ്ടു വല്ലാത്ത ദയനീയതയോടുകൂടെ തന്നെ അവർ നാഗേന്ദ്രന്റെ മുന്നിലേക്ക് ചെന്ന് കൈ കൂപ്പിക്കൊണ്ട് അപേക്ഷിച്ചു. എന്നാൽ നാഗേന്ദ്രൻ ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അയാളുടെ കണ്ണുകളിൽ പ്രതികാരത്തിന്റെ തീപ്പൊരി ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങോട്ടേക്ക് മടങ്ങി വന്നത് തന്നെ നിന്നോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജലജെ. നാഗേന്ദ്രൻ ക്രൂരമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിന്നെ ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ല. ഞാൻ ഇത്രയും വലിയ കളികൾ കളിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്റെ മക്കളുടെ ഭാവിയും കൂടി കണ്ടിട്ട് തന്നെയാണ്. എന്റെ മകൾ അറിയാത്ത ചില കാര്യങ്ങളും ഒക്കെയുണ്ട്. അതെന്താണെങ്കിലും ഞാൻ അധികം വൈകാതെ തന്നെ അവരെ അറിയിക്കും. നാഗേന്ദ്രൻ ജലജയുടെ അരികിലേക്ക് നടന്നു വന്ന് ശബ്ദം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. ഇത്രയും നാൾ ആ വീട്ടിൽ എല്ലാവരെയും പറ്റിച്ച് നീ സുഖിച്ചങ്ങ് ജീവിച്ചില്ലേ? എന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഒറ്റുകാരനാക്കി മാറ്റിയത് നീയാണ്. എന്നെ ആ വീട്ടിൽ നിന്നും ബിസിനസ്സിൽ നിന്നും ഇറക്കി വിട്ടതിന്റെ പ്രധാന കാരണം നീ മാത്രമാണ് ജലജെ. അങ്ങനെയുള്ള നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് നീ കരുതിയോ? ഒരിക്കലും ഇല്ല. അന്ന് നീ എന്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രം എല്ലാം ഞാൻ സഹിച്ച് അവിടെ നിന്നും ഇറങ്ങിപ്പോയതാ. പക്ഷെ ഇപ്പൊ എനിക്ക് നിന്നോട് ക്ഷമിക്കാനൊന്നും പറ്റില്ല. ഞാൻ മടങ്ങി വന്നത് തന്നെ പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടാ. അത് നിന്നോടും കൂടിയാണ്. നാഗേന്ദ്രൻ മുഖത്ത് നോക്കിക്കൊടുത്തിന് ആ സത്യമെല്ലാം വിളിച്ചു പറയുമ്പോൾ ജലജ പൂർണ്ണമായിട്ട് അങ്ങ് തകർന്നു പോയി.
നാഗേന്ദ്രൻ തനിക്കും കൂടി ചേർന്നുകൊണ്ടാണ് ഇങ്ങനൊരു വലിയ പണി വെച്ചിട്ടുള്ളത് എന്ന് അവൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ഇനിയിപ്പോ ഈ കാര്യങ്ങളെല്ലാം അച്ഛനോട് തുറന്നു പറഞ്ഞ ഇനിയിപ്പോ ഈ കാര്യങ്ങളെല്ലാം തന്നെ അച്ഛനോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തന്റെ കഥ എന്താവുമെന്ന് ജലജക്ക് ഉറപ്പായിരുന്നു. ഇത്രയും കാലം ഈ കുടുംബത്തിൽ നിന്നിട്ട് താൻ അവരെ ചതിക്കുമായിരുന്നു എന്ന സത്യം വീട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അത് സഹിക്കാൻ പറ്റില്ല. ആ ചിന്ത ജലജയുടെ മനസ്സിൽ വലിയൊരു ഭീതിയായി തന്നെ വളർന്നു. കാര്യങ്ങളൊക്കെ വിചാരിച്ചതിന് വേഗത്തിലാണ് മുന്നോട്ട് നീങ്ങിയത്. അധികം വൈകാതെ തന്നെ മൂർത്തി മുത്തശ്ശൻ ആ വലിയ സത്യം അറിയുക തന്നെ ചെയ്തു. ജലജ ഇത്രയും കാലം തങ്ങളെ ഒളിച്ചിരുന്ന് തന്നെ ചതിക്കുമായിരുന്നു എന്ന് ഞെട്ടിക്കുന്ന ആ ഒരു യാഥാർത്ഥ്യം മുത്തശ്ശന്റെ മുന്നിൽ അങ്ങ് തുറക്കപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ നാഗേന്ദ്രൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലായിരുന്നു. അന്ന് ആ സ്വർണം മാറ്റിയതിനു പകരം അവിടെ മുക്കുപണ്ടം വെച്ചത് ജലജയായിരുന്നു. ആ വലിയ രഹസ്യത്തിന്റെ ചുരുളഴിഞ്ഞുകൊണ്ട് തന്നെ ആദർശാണ് മൂർത്തി മുത്തശ്ശന്റെ മുന്നിലേക്ക് വന്നത്. ആദർശ് മുത്തശ്ശന്റെ അരികിലിരുന്നു കൊണ്ട് എല്ലാ സത്യങ്ങളും തെളിവ് സഹിതം തന്നെ വിവരിച്ചു കൊടുത്തു. മുത്തശ്ശൻ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല കാര്യങ്ങൾ. അന്ന് ആ വലിയ ചതി ചെയ്തത് നാഗേന്ദ്രനൊന്നുമല്ല, നമ്മുടെ ജലജപ്പച്ചിയാണ്. അവളാണ് സ്വർണ്ണമെല്ലാം തന്നെ മാറ്റിവെച്ചത്, പകരം മുക്കുപണ്ടം വെച്ചത്. നാഗേന്ദ്ര തലയിൽ ആ കുറ്റമങ്ങ് കെട്ടിവെക്കുമായിരുന്നു എന്ന് ആദർശ് ഗൗരവത്തോടുകൂടെ പറഞ്ഞു. ആദ്യം ഒന്നും മുത്തശ്ശനെ ഇത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് തന്നെ കസേരയിലേക്ക് അങ്ങ് ചാരിയിരുന്നു. തന്റെ സ്വന്തം മരുമകൻ ഇത്രയും വലിയൊരു തന്റെ സ്വന്തം മകൾ ഇങ്ങനെ ഒരു വഞ്ചകിയായിരുന്നു എന്ന് അയാൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ മനസ്സതിന് വിസമ്മതിച്ചു. എന്നാൽ പിന്നീട് ആദർശ് കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കി ബോധ്യപ്പെടുത്താൻ തുടങ്ങി. മുത്തശ്ശന് സത്യം മനസ്സിലായി. ആ സത്യം അറിഞ്ഞതോടുകൂടി തന്നെ മുത്തശ്ശന്റെ മുഖമകം ക്രോധം കൊണ്ട് ചുവന്നു തൊടുത്തു. ജലജ തങ്ങളെ ഇത്രയും കാലം വിഡ്ഢികളാക്കുമായിരുന്നു എന്നറിഞ്ഞ മുത്തശ്ശൻ ഇനി വെറുതെ ഇരിക്കാനൊന്നും പോകുന്നില്ല. ജലജയ്ക്കുള്ള കടുത്ത ശിക്ഷ ആ വീട്ടിൽ വെച്ച് തന്നെ കൊടുക്കാനൊക്കെ അദ്ദേഹം ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. അങ്ങനെ ആ വലിയ രഹസ്യം പുറത്തു വന്നതോടുകൂടി തന്നെ കുടുംബത്തിൽ ഇനി വലിയ കൊടുങ്കാറ്റ് വീശുന്ന അടിപൊളി സൂപ്പർ രംഗങ്ങളൊക്കെ ഉണ്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.